ഫിയർ ഓഫ് ദ റിജക്ഷൻ ഇല്ലേ, തിരസ്കരിക്കപ്പെടുമോ എന്നുള്ള ഭയം ഭൂരിഭാഗം എല്ലാ മനുഷ്യരിലും ഉള്ളൊരു ഭയമാണത്. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കുറച്ചുള്ളത് കുട്ടികളിലാണ്. അവർക്കൊരു കാര്യം നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയും. നമ്മൾ എന്ത് ചിന്തിക്കും എന്നവർ നോക്കില്ല. നമ്മളുടെ ഈഗോയാണ് പലപ്പോഴും ഈ ഒരു ചിന്തയ്ക്ക് കാരണം. ഈ ഒരു വികാരത്തിനെ നമ്മളെ അടിമപ്പെടുത്തുന്നതിന്റെ കാരണം നമ്മുടെ ഈഗോയാണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നാം തന്നെ നമ്മളെ പറ്റി വില കുറച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നാം തിരസ്കരിക്കപ്പെടും, നാം പറയാൻ പോകുന്ന സബ്ജക്റ്റ് അവര് നോ പറയും എന്ന ആദ്യമേ തന്നെ നാം ചിന്തിക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടില്ല. ഇതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? ഇപ്പോൾ ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയോ ഒരാൺകുട്ടിയോ മറ്റൊരു കുട്ടിയോട് ഇഷ്ടം തോന്നി, തന്റെ പ്രണയം തുറന്നു പറയണം. ആ സമയത്ത് നാം ആദ്യമേ ചിന്തിക്കുകയാണ്, ഞാൻ ഇത് പറഞ്ഞാൽ അവിടെ നോയായിരിക്കും എനിക്ക് കിട്ടുക എന്ന് ചിന്തിക്കുന്നു. പക്ഷേ രണ്ടുപേരുടെയും മാനസികാവസ്ഥ ആരാദ്യം പറയും എന്നുള്ളതായിരിക്കും. അവിടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ എസ് വലിയൊരു എസ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പങ്കാളിയായിരിക്കും അവിടെ അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇത് പ്രണയത്തിൽ മാത്രമല്ല, നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് മറ്റു മനുഷ്യരെ ആവശ്യമുണ്ട്. അവരോട് നമ്മുടെ ആവശ്യം നാം പറയാൻ മടിക്കരുത്. റിജക്ഷനെ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ, നിങ്ങൾക്ക് അതിനോട് ഫിയർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറയാൻ എന്ത് ചെയ്യും? മടിക്കും. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. മഹാനായ നടനാണ് അദ്ദേഹം ഇല്ലേ. ഇത്രയും ഉന്നതിയിൽ നിൽക്കുമ്പോൾ പോലും ഒരു നല്ല ചിത്രം ഒരുങ്ങുന്നു എന്നറിഞ്ഞാൽ തന്റെ സുഹൃത്തുക്കളായ നിർമ്മാതാക്കളോടോ സംവിധായകരോടോ ഒക്കെ എനിക്കതിൽ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ യാതൊരു മടിയുമില്ല എന്ന് മമ്മൂട്ടി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതാണ് ശരിക്കും പോസിറ്റീവായിട്ടുള്ള മെന്റാലിറ്റി. അദ്ദേഹത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പം തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. ആ ഫിയറിനെ മറികടക്കാനുള്ള 1-2 മാർഗങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് പറയുന്നത് അനലൈസ് ദ റിജക്ഷൻ എന്നുള്ളതാണ്. നിങ്ങളെടുത്ത് എന്താണോ പറയുന്നത് അതിന്റെ ശരിയായ കാരണം കണ്ടെത്തണം. ആ നോയുടെ യഥാർത്ഥത്തിലുള്ള കാരണം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് അവർ വേണ്ട അല്ലെങ്കിൽ പറ്റില്ല എന്ന് നിങ്ങളെടുത്ത് പറഞ്ഞത്, അതിന്റെ കാരണം കണ്ടെത്തണം. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂരിഭാഗം പേരും ഫേക്ക് ആയിട്ടുള്ള റീസൺ ആയിരിക്കും പറയുന്നത്, യഥാർത്ഥത്തിലുള്ള റീസൺ ആയിരിക്കത്തില്ല പറയുന്നത്. നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നോക്കുന്നു, മറ്റൊരാളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, അയ്യോ ഇപ്പൊ എനിക്കത് വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ല കേട്ടോ, അല്പം പ്രയാസത്തിലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക അദ്ദേഹത്തിന്റെ ഈ പൈസ ഇല്ലെന്ന്. കള്ളത്തരമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പൈസയുണ്ട്. എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രോഡക്റ്റ് വില കൂടുതലാണെന്ന് തോന്നി. അത് നിങ്ങളോട് പറഞ്ഞാൽ ആ ബന്ധം മോശമാകുമോ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതെ പോകുമോ എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയാത്ത റീസൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് നിങ്ങൾ ഉത്തരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇല്ലേ. പറഞ്ഞ റീസൺ അല്ലല്ലോ യഥാർത്ഥത്തിലുള്ള റീസൺ. അതിന് ഉത്തരം കൊടുത്തിട്ട് കാര്യമില്ല. പറയാത്ത ആ യഥാർത്ഥ കാരണം നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ പറയണം. നിങ്ങളുടെ പ്രോഡക്റ്റിന് മറ്റു പ്രോഡക്റ്റുകളിൽ നിന്നുള്ള മേന്മ എന്താണ്? ഈ തരുന്ന രൂപയ്ക്ക് അനുസരിച്ചുള്ള മൂല്യമുണ്ടോ? അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? അത് നിങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ നോ എസ് ആയിട്ട് മാറും. അങ്ങനെ ഏത് മേഖലയിലായാലും നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള റിജക്ഷന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത് റിഫ്രെയിം ദ റീസൺ. ആ റീസണെ നമ്മൾ മറ്റൊരു ഫ്രെയിമിലേക്ക് മാറ്റണം. കാരണം ഇവര് നമ്മളോട് പറഞ്ഞിരിക്കുന്ന റീസൺ അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്? നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അവർ ആ കാരണം കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ മറ്റൊരു ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇപ്പോ ഒരാള് വിലക്കൂടുതലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കിപ്പോ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വിലക്കൂടുതൽ എന്ന് പറഞ്ഞ ആ റീസണെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് അംഗീകരിക്കുന്നു. നമ്മൾ ആദ്യമേ എതിർക്കുന്നില്ല, നമ്മൾ ആദ്യം അത് അംഗീകരിക്കുന്നു. ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ മറ്റു പ്രോഡക്റ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് വില അല്പം ഉയർന്നു നിൽക്കുകയാണ്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ കാരണം പറഞ്ഞവരെ മനസ്സിലാക്കുകയാണ്. കാരണം ഇതിന് ഇത്ര മേന്മയുണ്ട്, മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് ഇതിന് ഇത്ര വ്യത്യാസങ്ങളുണ്ട്, ഇതിന്റെ ബെനിഫിറ്റ് ഇതാണ്. അങ്ങനെ നമ്മൾ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള പ്രേരണയുണ്ടാകും. നിങ്ങളെടുത്ത് പറഞ്ഞ നോ അവിടെയും എസ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ കാരണം കണ്ടെത്തുക. ആ കാരണത്തെ അവർ പറഞ്ഞ ഫ്രെയിമിൽ നിന്ന് മാറ്റി റീഫ്രെയിം ചെയ്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്, നമ്മളുടെ ചിന്താഗതി ഉണ്ടല്ലോ, നമ്മുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകണം. അതിനെ റെഗുലേറ്റ് ചെയ്യണം. ക്രമേണ അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ ഇംപ്രൂവ് ചെയ്ത് എടുക്കണം. കാരണം വൈകാരികമായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അവര് നമ്മളെ അല്ല നിരാകരിക്കുന്നത്, നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിനെയാണ് അവർ നിരാകരിക്കുന്നത്.
നമ്മൾ പറഞ്ഞ് നിങ്ങളൊരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ അവർ ആ പ്രോഡക്റ്റിനെയാണ് നിരാകരിക്കുന്നത്. നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരാളോട് പറയുന്നതെങ്കിൽ അയാൾ ആ ഓപ്പർച്യൂണിറ്റിയാണ് നിരാകരിക്കുന്നത്, നിങ്ങളെ അല്ല നിരാകരിക്കുന്നത്. അവിടെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, അത് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, നമുക്കത് ഈഗോ ആവേണ്ട കാര്യമില്ല, അത് നമുക്ക് ഹർട്ട് ആവേണ്ട കാര്യമില്ല, അതിൽ നമുക്ക് മനപ്രയാസം തോന്നേണ്ട കാര്യമില്ല. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ വൈകാരിക ബുദ്ധി അല്ലെ, ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നോ ഒക്കെ ചിന്തിച്ച് നമ്മുടെ ആ മനസ്സിന്റെ ആ ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥ മാറാനുള്ളത് നമ്മുടെ വൈകാരിക ബുദ്ധി വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ, ഇത്തരം നോകളെ പുഞ്ചിരിയോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പൊ അതിനുള്ള കഴിവ് നാം പരിശീലനത്തിലൂടെ ക്രമേണ, ഒറ്റയടിക്കത് സാധിക്കത്തില്ല, ക്രമേണ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ കൾട്ടിവേറ്റ് റെസിലിയൻസ്, അതായത് ബൗൺസ് ബാക്ക് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ വീഴുന്നതല്ല പ്രശ്നം, നമ്മൾ ജീവിതത്തിൽ എത്ര തവണ വീണു എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ വീണിടത്ത് തന്നെ കിടക്കുകയാണോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പഠിക്കുക. തിരിച്ചടികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാ മഹാന്മാർക്കും ഈ പറയുന്ന റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അവരുടെ കരിയറിന്റെ ആരംഭ സമയത്ത് അവർക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഇല്ലേ? യേശുദാസ്, എത്ര മനോഹരമായ സ്വരമാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ആകാശവാണിയിലേക്ക് അദ്ദേഹം ഇന്റർവ്യൂവിന് പോയപ്പോൾ അവിടെ അദ്ദേഹം തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്വരം കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് യേശുദാസ് എവിടെ നിൽക്കുന്നു? അതേപോലെ തന്നെ മോഹൻലാൽ അല്ലെ, പ്രശസ്തനായ കലാപ്രതിഭയാണ്. ലോകം തന്നെ പ്രമുഖമായിട്ടുള്ള അഭിനയിക്കാൻ കഴിവുള്ള നടന്മാരിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് സിബി മലയിൽ അദ്ദേഹത്തിന് 100-ൽ 2 മാർക്കോ 1 മാർക്കോ ഒക്കെയാണ് കൊടുത്തത്. അഭിനയത്തിനുള്ള അദ്ദേഹത്തിന്റെ ആ പ്രകടനത്തിന് കിട്ടിയ സമ്മാനം അതാണ്. ഫാസിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. കാരണം മഞ്ഞൾ വിരിഞ്ഞ പൂ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു വില്ലനെയാണ് ആവശ്യം. അപ്പൊ ആ ഒരു സ്ത്രീത്വം പോലെ, ഒരു നാണം കുണുങ്ങിയെ പോലെ നിൽക്കുന്ന ആ മോഹൻലാലിനെ സിബി മലയിൽ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ തിരസ്കരിക്കപ്പെടുക എന്നുള്ളത് ഈ മോഹൻലാലിന്റെയോ യേശുദാസിന്റെയോ കഥയല്ല. ലോകത്തിലുള്ള എല്ലാ പ്രതിഭകളുടെയും എല്ലാ ചരിത്രവും നാം എടുത്ത് പരിശോധിച്ചാൽ അവർക്കെല്ലാം തിരസ്കരണം ഉണ്ടായിട്ടുണ്ട്, റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കഴിവുണ്ടെങ്കിൽ, മറ്റുള്ള വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും എക്സ്ട്രാ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പാണ് ആദ്യം ഈ ലോകം നിങ്ങളെ തിരസ്കരിക്കും. അപ്പൊ നിങ്ങൾ തിരസ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെങ്കിലുമൊക്കെ നോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, നിങ്ങളുടെ ഗുണം കൊണ്ടാണ്, നിങ്ങളുടെ മേന്മ കൊണ്ടാണ്, നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ അവിടെ തളർന്ന് പിന്മാറാതെ ഇരുന്നാൽ, വീണ്ടും പരിശ്രമിച്ചാൽ അതൊരു ചരിത്രമായിട്ട് മാറും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ ഒരു ഫിയറിന്റെ ആവശ്യമേ ഇല്ല. റിജക്ഷൻ എന്ന് പറയുന്നത് സക്സസിന്റെ ഭാഗമാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു പാർട്ടാണിത്. ആ മനോഭാവത്തോടുകൂടി ഇതിനെ സ്വീകരിക്കുക. കൂടുതൽ നോ കേൾക്കാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോടെ പോവുക. കാരണം ഈ നോ നമ്മുടെ അടുത്ത് ഒരാൾ പറയുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നമ്മളെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി, നമ്മൾ പറയുന്ന സർവീസിനെ പറ്റി, നാം പറയുന്ന ആ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ നമുക്ക് വിശദീകരിക്കാനുള്ള അവസരമാണ് നോയിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് പതറണ്ട, തീർച്ചയായും മുന്നോട്ട് പോവുക. വിജയം നമുക്കെല്ലാം നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആ വിജയത്തിന്റെ ദിവസം നമുക്കെല്ലാവർക്കും വന്നു ചേരും. ആത്മവിശ്വാസം കൈവിടിയാതിരുന്നാൽ മതി. തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ അത് സഹായകരമാകും.